എഫെസ്യ ലേഖനം 6-ാം അധ്യായം എടുത്ത് 10-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. ഈ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, പിശാച് വലിയ തന്ത്രശാലിയാണ്. അവന്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ നമ്മളിൽ കർത്താവിന്റെ അമിത ബലം വേണം. എന്ന് പറഞ്ഞാൽ അളക്കാൻ വയ്യാത്ത ബലം. ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടേച്ച് പറ, ദൈവത്തിൽ നിന്ന് ബലം പ്രാപിക്കണമെന്ന് പറ. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, സ്തോത്ര അമ്മേ, നമ്മുടെ വണ്ണം കൂടിയ പിശാചിന് പേടിയില്ല. പക്ഷെ നീ ബലം ദൈവത്തിൽ നിന്ന് വാങ്ങിച്ചാൽ, ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ബലം കണ്ടാൽ. അമ്മി യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വെളിപ്പെടുത്തുകയാണ്. അമ്മി ദൈവത്തിൽ എൻ്റെ പിന്നാലെ ഒരുത്തൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാ എന്ന് പറഞ്ഞാൽ ശത്രു ബലപ്രയോഗം കൊണ്ട് പിടിച്ചു വെച്ചതെല്ലാം തിരിച്ചൊരു ബലപ്രയോഗത്തിലൂടെ നിനക്ക് മടക്കി തരാൻ. മനസ്സിലായി? ഇന്നിവിടെ ഒരു ബലപ്രയോഗം നടക്കുക. നിന്റെ കൂടാരത്തിൽ നന്മ തരത്തില്ലെന്നും നിന്നെ പ്രാർത്ഥിക്കാൻ ഇരുത്തത്തില്ലെന്നും പറയുന്ന ആ ദുഷ്ടശക്തിക്ക് നേരെ ഒരു ബലപ്രയോഗം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിവുള്ള ദൈവമക്കൾക്കറിയാം, ജീസസ് കാലതാമസം വരുത്തുന്ന, കാലപ്പഴക്കം വരുത്തുന്ന, 1 മാസം കൊണ്ട് നടക്കേണ്ടത് 5 വർഷം കൊണ്ട് നടത്തി തരുന്ന ആ കാലതാമസങ്ങളെ ഇന്ന് ദൈവം ബ്രേക്ക് ചെയ്യുക. നിന്റെ ജോലിയുടെ തടസ്സം ഇന്ന് പൊട്ടണം. നിന്റെ ഭാവിയുടെ വഴിയുടെ ഡോറ് മനസ്സിലാക്കി തുടങ്ങുന്നവർക്കായി സ്തോത്രം ചെയ്യുക. എനിക്ക് കാണാം, ഈ ദൂതൊക്കെ പറയുമ്പം ചിലർ ആ വിടുതൽ എന്ന് ശരിക്കും ഏറ്റെടുക്കുക. ആമേ, ദൈവത്തിന് സ്തോത്രം. ആമേ, യെശയ്യാവ് വാക്യമുണ്ട്, ബലമില്ലാത്തവർക്ക് അവൻ ബലം കൊടുക്കുന്നെന്നാ. ബലമില്ലാത്തവർക്ക് എന്തുവാ? ബലമില്ലാത്തവർക്ക് അവന്, നിങ്ങൾക്കറിയാം, നീ ബലപ്പെട്ടാൽ ശത്രുവിനറിയാൻ പദ്ധതി പൊളിയുമെന്ന്. അതുകൊണ്ട് നിന്നോട് ദൂത് പറയാം, അവൻ്റെ തന്ത്രങ്ങളെ പൊളിക്കാൻ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഈ പ്രസംഗം നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ പ്രബോധനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ പ്രവചനം നിന്നെ ശക്തിപ്പെടുത്തട്ടെ, ഈ അഭിഷേകം നിന്നെ. വീടുകൾക്കകത്തിരുന്ന്, ഓഫീസിനകത്തിരുന്ന് ഈ ദൂത് കേട്ടൊന്ന് ശക്തിപ്പെട്ടെ, ശക്തിപ്പെട്ടെ, ശക്തിപ്പെട്ടെ. ഓ ഹല്ലേലൂയ. കാരണം നീ ശക്തിപ്പെട്ടാൽ നിന്റെ എതിരാളി ബലഹീനപ്പെടും. ഒന്നുകൂടെ പറയാം, നീ ശക്തിപ്പെട്ടാൽ നിന്റെ എതിരാളി ബലഹീനപ്പെടും. നീ ബലഹീനപ്പെട്ടാൽ നിന്റെ എതിരാളി ശക്തിപ്പെടും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, യുദ്ധം നടക്കും തോറും ശക്തി ക്ഷയിക്കുവല്ല, ശക്തി വർദ്ധിക്കുക. അമ്മേ, എത്ര പേര് നിന്നെ തോപ്പിക്കാൻ എഴുന്നേറ്റാലും നീ പേടിക്കരുത്. നിന്നെ എതിർക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമുണ്ടാകണം. ഒരാമയും വരുന്നില്ല. കാരണം അവന് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ദൈവം തെളിയിച്ചു തരാൻ പോവുക. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം, ഇച്ചിരുടെ ഗഹനമായിട്ട്. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് നിർത്തിൽപ്പാൻ കഴിയേണ്ടതിന്. പിശാച് വലിയ തന്ത്രശാലിയാ. പിശാച് വലിയ തന്ത്രശാലിയാ. നിങ്ങൾക്കറിയോ, ഈ പൗലോസ്ലീഹ കൊരിന്തിലെ സഭയോട് പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, സാത്താൻ നമ്മളെ തോൽപ്പിക്കരുത്. കാരണം അവന്റെ തന്ത്രങ്ങളെ സത്യത്തിൽ നമുക്ക് എന്നാ അറിയാം? ഒന്നും അറിയത്തില്ല. സ്തോത്രം. ചുമ്മാതിട്ട് നമ്മളെ ഇളക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദിവസം ഈ കഴിഞ്ഞതൊരു ദിവസം എന്നെ ഒരു ബ്രദർ വിളിച്ചു പറയാം, പാസ്റ്ററെ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ കേട്ടോ. ഹല്ലേലൂയ. ഞാൻ എവിടെ പോവാ? ആത്മഹത്യ. ഞാൻ ചോദിച്ചു, എന്തുവാ? ഒരു സ്വസ്ഥതയും തരാത്ത ഒരു ഭാര്യ. ഞാൻ ചിരിച്ചോണ്ട് ചോദിച്ചു, 41 വയസ്സും 67 കിലോ ഉള്ള നിന്റെ ഭാര്യയെ നിനക്ക് പേടിയാണ്, നീ പോയി ചാകുന്നത് തന്നെയാണല്ലേ? അങ്ങനെ അല്ലയോ? ഇവിടെ ധൈര്യത്തോടെ വീട്ടിൽ ചെല്ലേ, സ്നേഹമായിട്ട് അവർക്ക് ഒരു ഐസ്ക്രീം കൂടെ വാങ്ങിച്ചോണ്ടിയല്ലേ. ഹല്ലേലൂയ. വൈകിട്ട് എന്നെ വിളിച്ചു, ഈ ഇടയെങ്കിലും ചാകത്തില്ല കേട്ടോ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പിശാച് വലിയ തന്ത്രശാലിയാ. നമ്മളെ ഒരിക്കലും, നിങ്ങൾ ശ്രദ്ധിക്കണം,
ക്രൂശിൽ നടന്ന കേൾക്കണേ, ഒന്ന് പിശാചിന്റെ തല ക്രൂശിൽ തകർത്തു. ഇപ്പൊ അവൻ എന്തില്ല. പിന്നെ നോക്കി, സാത്താന്റെ അടുത്തവന് അവന് കർത്താവ് ആയുധവർഗം വെപ്പിച്ചു. അവൻ്റെ ഇപ്പൊ എന്തില്ല. അവനെ നിങ്ങൾ പേടിക്കണ്ട, പക്ഷെ അവൻ തന്ത്രശാലിയാ. ആ തന്ത്രത്തിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. യോഗത്തിന് വന്നൊരു പാട്ട് പോലും പാടാതെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവനിന്റെ എന്തോ ബലം ഉണ്ടെന്നാ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അതിന് കേൾക്കുമ്പോൾ ആമിയും പോലും പറയാൻ പറ്റുന്നില്ല എന്നാ ബലം ഉണ്ടെന്നാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. എന്തിനാണ് ഈ ബലം? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ. ഇതുവരെ ഭയപ്പെട്ടിരുന്ന നീ ഇന്ന് തൊട്ട് എതിർക്കാൻ തുടങ്ങണം. സാത്താന്യ തലങ്ങളെ എതിർക്കാൻ തുടങ്ങണം. നിന്റെ കുടുംബത്തെ ബന്ധിച്ച ദുഷ്ടശക്തിയെ എതിർക്കാൻ തുടങ്ങണം. ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് എത്തിയപ്പം ആ പുള്ളിക്കാരനെ വിട്ടുമാറാത്ത തലകറക്കമാ. പുള്ളി എന്നോട് പറഞ്ഞു, ഞാനൊരു 10-40 ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ജീസസ്, എവിടോട്ടെങ്കിലും പോകാൻ അങ്ങോട്ട് ഒരുങ്ങി റെഡിയായി കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തലകറ. പിന്നെ വൈഫാ ഓടിക്കുന്നത്. എനിക്ക് വയ്യായേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ തലവേദനയ്ക്ക് പെയിൻ കില്ലർ കഴിച്ചോണ്ടാ പോകുന്നത്. കുറേ വർഷങ്ങളായി. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ വയറിനകത്ത് ഒരു സാധനം കിടപ്പുണ്ട്. ഈ ആൾക്കാരൊക്കെ ചുമ്മാ കളിയാക്കും, സ്തോത്രം, കൈവേഷം ഛർദ്ദിച്ചു, മന്ത്രവാദം ഛർദ്ദിച്ചു എന്നൊക്കെ പറയും. ആൾക്കാർ കളിയാക്കും. ഇത് അനുഭവിക്കുന്നവൻ്റെ വേദന ആർക്കും അറിയത്തില്ല. ചുരുക്കി പറയാൻ, ഞാൻ ഈ വയറിനകത്ത് കിടക്കുന്ന ഈ ദുഷ്ടശക്തിയെ കണ്ടു. എന്നോട് കർത്താവ് പറഞ്ഞു, ആ ശക്തി ഇപ്പൊ വെളിപ്പെടുവെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ തലയെ കൈവച്ചപ്പോൾ അവന് പെടലിയിട്ട് കറക്കാൻ തുടങ്ങി. നേരെ ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് വെളിയിൽ പോയി കുറേ ഛർദ്ദിച്ചു. ഞാൻ 3 ദിവസം മുമ്പേ വിളിച്ചു, എങ്ങനെയുണ്ട്? ഇന്ന് വരെ പിന്നെ തലവേദന ഉണ്ടായിട്ട് മധുര വരെ ഞാൻ വണ്ടി ഓടിച്ചു പോയിച്ചു വന്നേക്കുക. അപ്പൊ ഞാൻ പറയുന്നതിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. നീ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ പിമ്പിലെ കാരണം നീ കണ്ടുപിടിക്കണം. അതിനാ ഉപവാസം ഇരിക്കുന്നേ. ഉപവാസത്തിൽ അത് വെളിപ്പെട്ട് വരും. അത് വെളിപ്പെട്ട് വന്നാൽ നിന്റെ ശരീരം ഫ്രീ ആകും. നിന്റെ പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടും. നിന്റെ ആരാധനാ ജീവിതം ശക്തിപ്പെടും. അപ്പൊ പിശാച് ഭയങ്കര തന്ത്രശാലിയാ. ഹല്ലേലൂയ. നമ്മുടെ എയിം എന്തുവാ? അവന്റെ രാജ്യം തകർക്കുന്നതാ. എന്തുവാ? അവന്റെ രാജ്യം തകർത്തിട്ട് കർത്താവിന്റെ രാജ്യം ഇവിടെ പണിയുന്നതാ നമ്മുടെ ലക്ഷ്യം. ഒരാമയും പറഞ്ഞാട്ടെ. അതല്ലേ? അപ്പം ഒടുവിൽ കർത്താവിലും വായിക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. പിശാചിന്റെ തന്ത്രങ്ങൾക്ക് അടിമപ്പെട്ടു പോകുവല്ല, എതിർത്ത് നിൽക്കുക. ഫൈറ്റ് ചെയ്യണം. ഒരാമയും പറഞ്ഞാട്ട്. ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ ശക്തി കൊണ്ടല്ല. അതിനാണ് യേശു പറഞ്ഞത്, ഞാൻ പരിശുദ്ധാത്മാവിനെ എന്നേക്കും നിന്റെ മേൽ ഇരിക്കാൻ തന്നിരിക്കുക. ഒരാമയും പറഞ്ഞാട്ടെ. എന്തുവാ? എന്നേക്കും നിങ്ങളുടെ മേൽ ഇരിക്കാൻ. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിങ്ങളിൽ അമിതമായ ബലം ഇന്ന് വ്യാപരിക്കണം. ഈ ശുശ്രൂഷയുടെ ഒടുവിൽ നമ്മൾ ഒന്നിച്ചൊരു ശുശ്രൂഷയിലേക്ക് വരും. എന്നോട് ദൈവാത്മാവരെ പലതും നിന്നെ ഇന്ന് വിട്ടുപോകും. ഓ ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ വിലങ്ങുതടിയായി പ്രത്യക്ഷപ്പെട്ട പലതും ഇന്ന് നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറിത്തരും. നിന്റെ വേ ഓപ്പൺ ആകുക. ഓ സ്വീകരിക്കാവൂ. ഓ ഹല്ലേലൂയ. നിന്നെ വല്ലാതിട്ട് ചുറ്റിക്കറക്കിയതെല്ലാം, ഓ ഹല്ലേലൂയ, ചില കുടുംബജീവിതത്തെ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ദുഷ്ടശക്തി ഇന്ന് മാറിപ്പോകണം. ഒന്നിനു പുറകെ ഒന്നായി കേസ് വരുത്തുന്ന ശക്തി മാറിപ്പോകണം. അപ്പൊ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. 2 ഭാഗങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. എന്നോട് കർത്താവ് പറയുക, ഇന്ന് ഈ വചനത്താൽ നിങ്ങൾക്ക് വിടുതലുണ്ട്. ഒന്ന് തൊട്ടച്ചു പറ, വചനത്താൽ വിടുതലുണ്ടെന്ന് പറ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും.
നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലത് ഒഴിഞ്ഞു പോകുന്ന ഫീല്, നിന്റെ ശരീരത്തുനിന്ന് ചിലത്, ഞാൻ ആത്മാവിൽ കണ്ടോണ്ടായിരിക്കുന്നത്, ചില കറുത്ത രൂപങ്ങൾ, ചില വികൃത രൂപങ്ങൾ, ചില ഭയാനകരമായ രൂപങ്ങൾ. താങ്ക് ഗോഡ്. നീ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഇതല്ല നിന്റെ ലൈഫ്, ഇതല്ല നിന്റെ ജീവിതം. നിനക്ക് നല്ല ജോലി ഉണ്ടായിട്ടും നല്ല സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും നിന്നെ മുന്നേറ്റത്തെ ബ്ലോക്ക് ചെയ്തെങ്കിൽ
എന്നാൽ സ്നാനത്തിന് ഭാര്യയെ കാറെ കൊണ്ടുവിട്ട് വെള്ളസാരിയും വാങ്ങിച്ചു കൊടുത്ത് സ്നാനം കഴിഞ്ഞ് പാഷക്ക് സ്വോത്രാഴ്ചയും കൊടുത്ത് എല്ലാവരെയും കൂടെ ഹോട്ടലിൽ കൊണ്ടുപോയി ഫുഡും കൊടുത്ത പുള്ളി ഇന്നും സ്നാനപ്പെട്ടിട്ടില്ല. ഞങ്ങളുണ്ടല്ലോ, പണങ്ങൊന്നും ചെയ്യരുത്. അപ്പൊ എതിർപ്പുള്ള ആരെങ്കിലും ഉണ്ട് ഓർത്തോണം, ഉടനെ ഡേറ്റാ, ഉടനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നാമത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. അപ്പൊ ഈ ശൗല് സഭയെ ഇങ്ങനെ മുടിച്ചോണ്ടിരിക്കുക. ചിലരൊക്കെ മനസ്സിൽ പറയാം, ഇവനൊക്കെ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിപ്പിച്ച ഈ 10 വർഷത്തെ പ്രാർത്ഥന കൊണ്ട് ഒരു 3 ദിവസം കൊണ്ട് രാത്രിയും പകൽ ഇരുത്തി അങ്ങ് പ്രാർത്ഥിപ്പിച്ചു. അന്നേരം അനന്യാസിനോട് പറഞ്ഞു, ദൈവം ചെന്ന് പറഞ്ഞു, നീ ശൗലെന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്ന വീട്ടിൽ വരെ പോണം, അഡ്രസ്സൊക്കെ ഞാൻ തരാം, ഞാൻ വായിപ്പിക്കുന്നില്ല, അഡ്രസ്സ് തരാൻ, തപ്പിപ്പിടിച്ച് എന്നിട്ട് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. മുന്നേ അനന്യാസി വെച്ച്, കർത്താവേ, ഇവൻ ഇന്ന് നമ്മുടെ മുഴുവൻ സഭയും പൂട്ടിയിട്ട് ഇവിടെ നടത്തുന്ന എല്ലാ പ്രാർത്ഥനക്കാത്തും പ്രാർത്ഥനാ വിഷയം എൻ്റെ ടേബിളിൽ വരുന്നത് ഇവൻ്റെ കാര്യമാണ്. എൻ്റെ കർത്താവ് പറയുക, എടാ അവനെ എൻ്റെ നാമം വഹിക്കാൻ ഞാൻ കണ്ടേക്കുവാ. എന്തുവാ ഈ നാമം? ആരുടെയെല്ലാം മുമ്പിൽ ഈ നാമം വഹിച്ചോണ്ട് നിൽക്കണം. യേശുവിൻ്റെ നാമത്തില് മനസ്സിലായി. അഗ്രിപ്പാവിന്റെ മുമ്പിൽ നിൽക്കണം, റോമ പട്ടണത്തിൽ നിൽക്കണം, യെരുശലേമിൽ നിൽക്കണം, അന്ത്യോക്യയിൽ നിൽക്കണം, ഇക്കോന്യ നിൽക്കണം, ലുസ്രയിൽ നിൽക്കണം. ഈ നാമം വഹിക്കേണ്ടവനാ. കണ്ടോ, ഈ നാമം നമ്മൾ ഏറ്റുപറയണം, ഈ നാമം നമ്മൾ വഹിക്കണം. സ്തോത്രം പറയുമ്പോൾ ഈ നാമത്തെ ഏറ്റുപറയുക നമ്മൾ. ഹല്ലേലൂയ. ഇനി ഇച്ചിരൂടെ ഗഹനമായിട്ട് നമുക്കൊന്ന് വരാം. അപ്പൊ ഈ നാമം നമ്മളെ വഹിപ്പാനാണ് ആര് കണ്ടേക്കുന്നേ? ദൈവം കണ്ടേക്കുന്നേ. ഒരു വാക്യം നമുക്ക് വായിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാം. ഹല്ലേലൂയ. 3-ാം അധ്യായം എടുക്കാം, 17-ാമത്തെ വാക്യം. അത് അധികം സ്തുതിക്കേണ്ട ഒരു വചനമാണ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിന്നെ ഇസ്രായേൽ മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. എസെക്കിയേലിനോട് ദൈവം പറയാം, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. കാവൽക്കാരന്റെ ജോലി എന്തുവാ? കാവൽക്കാരന്റെ ജോലി എന്തുവാ? ഓക്കെ, കാവൽക്കാരന്റെ ജോലി എന്തുവാ? ഏൽപ്പിക്കപ്പെട്ടതിനെ കാക്കുക, അല്ലയോ? എന്തുവാ? ഏൽപ്പിക്കപ്പെട്ടതിനെ. ഈ ATM കൗണ്ടറിന്റെ മുമ്പിൽ കണ്ടിട്ടില്ല, ഒരു പോലീസുകാരൻ ഒരു തോക്കും പിടിച്ചോണ്ട്, ഒരു സെക്യൂരിറ്റി പിടിച്ചോണ്ട് നിൽക്കുക. എന്തോനാ? അതിനകത്ത് 10 സ്തോത്രം 1 കോടി 1.5 കോടി രൂപ രാവിലെ ബാങ്കുകാരുണ്ടെന്ന് വെച്ചേക്കുക. കള്ളന്മാർ അടിച്ചോണ്ട് പോയിരിക്കുക. ഈ പുള്ളി ഇങ്ങനെ നടക്കുക ഒരു തോക്കും പിടിച്ചോണ്ട്. പുള്ളിയുടെ ജോലി എന്തുവാ? ഈ ATM കൗണ്ടർ കാക്കുക. ഇവന് ചായ കുടിക്കാൻ പോകാൻ പറ്റത്തില്ല. പറ്റുമോ? രാത്രി 12 ആയപ്പോൾ എന്നാൽ ഭയങ്കരമായ ഒരു കട്ടക്കാപ്പി കുടിക്കാന്ന് പറഞ്ഞ് തോക്ക് അതിനകത്ത് വെച്ച് നേരെ പോയി കട്ടക്കാപ്പിക്കടയിൽ പോയി ഇന്ന് പഞ്ചായത്തിലുള്ള എല്ലാവരും വർത്താനം പറയുക, എടാ എന്തുകൊണ്ട് വിശേഷം, മനോരമയ്ക്കകത്ത് വാർത്ത എന്തോ ഉണ്ട്, നാടൊക്കെ സന്തോഷമായിരിക്കുന്നു വർത്താനം പറഞ്ഞ് മൂലയ്ക്ക് ചാരിയിരുന്ന് 3 മണിക്കൂർ ഉറങ്ങിയേച്ച് വന്നാൽ പണി പോവും. അകത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അകത്ത് പോവും. കാര്യം ATM-നകത്തെ കാശ് ആരെങ്കിലും കൊണ്ടുപോയാ. കാവൽക്കാരന് രാത്രിയും പകലും എന്തില്ല. ഞാൻ ഈയിടെ ഒരു മനുഷ്യനെ കണ്ടു. സ്തോത്രം. അദ്ദേഹം ഒരു വലിയ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റിയാ. പുള്ളിയുടെ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, രാത്രിയും പകലും ഡ്യൂട്ടിയാ. എന്തുവാ? രാത്രി പകലും ഡ്യൂട്ടിയാ. ഒരു ദൈവവൈദ്യനെ കുറിച്ച്, ഒരു ശുശ്രൂഷന്മാരാ ഇത് ഏറ്റവും കേൾക്കേണ്ടി. അവരെ കുറിച്ച് പറയാ, നിങ്ങൾ ദൈവത്തിന്റെ കാവൽക്കാരാ. ഒരാമയും വരുന്നത് കാവൽക്കാരന്റെ ഡ്യൂട്ടി കേട്ടോണം. എന്താന്ന് കേട്ടോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനായിരിക്കുന്നു. നീ എന്റെ വായിൽ നിന്ന് വചനം കേട്ട്. എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നാമത്തിൽ എങ്ങനാ? എന്റെ വായിൽ നിന്ന് ഈ വചനം കേൾക്കണം. എന്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന ഇതാണ്. യേശുവിന്റെ വായിൽ നിന്ന് കേട്ട് യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ പ്രബോധിപ്പിക്കുക. കേട്ടോ? എല്ലാ സംസാരത്തിനും എന്തുവാണ്? യേശുവിന്റെ നാമമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? അവരെ പ്രബോധിപ്പിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ.
ഇതെല്ലാം ഈ നാമത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, ഇച്ചിരി ഗഹനമായിട്ട് നമുക്ക് പോകാം. നിങ്ങൾക്ക് ഈ ഭൂതങ്ങൾ ഒരു സ്ഥലത്ത് ഇളകുമ്പം, സ്തോത്രം, ഭൂതങ്ങളോട് ഞാൻ ചാക്കോയാണ്, ഭൂതം പൊക്കോണം. പൗലോമുറ്റം കുടുംബത്തിലെ അന്ത്യോസിന്റെ മകൻ ആണ് ഞാൻ, പോണം. ഭൂതം പോവോ? എന്നാ പോവോ? എപ്പോഴാന്നറിയോ? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഹേ ഭൂതാത്മാവേ വിട്ടുപോ. കണ്ടോ കണ്ടോ, ഒരുത്തൻ ബന്ധിക്കപ്പെട്ട് വന്നാൽ, സ്തോത്രം, ഞാൻ അനീ ജോർജ അഴിയടാന്നല്ല, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവന്റെ ബന്ധനം അഴിയട്ടെ. ആണോ? നമുക്ക് എപ്പോഴും പറയാൻ തന്നേക്കുവാ ഈ നാമം, വഹിക്കാൻ തന്നേക്കുവാ ഈ നാമം, ഏറ്റുപറയാൻ തന്നേക്കുവാ ഈ നാമം, സ്തുതിക്കാൻ തന്നേക്കുവാ ഈ നാമം. ഈ നാമത്തിൽ എന്നും എന്നേക്കും നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പൗലോസ് ഒരിക്കലും ഈ പ്രാർത്ഥനാ സ്ഥലത്തോട്ട് ചെല്ലുമ്പോഴേ, ഈ വെളിച്ചപ്പാടിന്റെ ആത്മാവുള്ള ഒരു സ്ത്രീ പൗലോസിനെ പുകഴ്ത്തി പറഞ്ഞു. ഈ നമുക്ക് ഈ പൊങ്ങന്മാർക്ക് ഈ പൊക്കി പറയുന്ന ഭയങ്കര ഇഷ്ടമാണല്ലോ. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ നോക്കിച്ച് പറയാം, ആരും ഈ പൊങ്ങരാകല്ലെന്ന് പറ. എല്ലാരെയും പൊക്കി പറയണമെന്നാണ് എല്ലാവരുടെയും ഒരു നമ്മളെയൊക്കെ ഒന്ന് പൊക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മുഖം, ആ 32 പല്ലുമൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവന്ന ഒരു ചിരിയൊക്കെ വേണം നമ്മളെയൊക്കെ പൊക്കി പറയുമ്പോൾ. ഒത്തിരി പൊക്കുന്നത് താഴെ ഇടാനാ. ഞാൻ ദൈവദാസന്മാരോട് എപ്പോഴും പറയും, ആരും പൊക്കിയാ പൊങ്ങുകയും ചെയ്യരുത്, ആരും താട്ടാ താഴുകയും ചെയ്യരുത്. നീ നിൽക്കുന്ന നിലവാരത്തിൽ നിന്നോണം. നിന്നെ പൊക്കുന്ന കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യാനാ? താഴെ ഇടാനാ. അവന് പൊക്കുന്ന ശുശ്രൂഷയുണ്ട്, താഴെയിടുന്ന ശുശ്രൂഷയുണ്ട്, ചവിട്ടുന്ന ശുശ്രൂഷയുണ്ട്, മണ്ടക്ക് റീത്ത് വെക്കുന്ന ശുശ്രൂഷയുണ്ട്. പക്ഷെ ഇതൊന്നും നിന്നെ ബാധിക്കാതിരിക്കണമെങ്കിൽ ആരൊക്കെ പൊക്കിയാലും എന്ത് ചെയ്യരുത്? പൊങ്ങരുത്. ഹല്ലേലൂയ. ചില കണ്ടില്ലയോ, അവൻ കല്യാണം കഴിച്ചിങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ഭാര്യ അങ്ങ് പൊക്കും. സ്തോത്രം, എൻ്റെ പൊന്നു മോളെ, എൻ്റെ ചക്കര മോളല്ലയോടാ, നീ വന്നേ പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം, നീ വീടിൻ്റെ റാണിയാ, സാമർത്ഥ്യമുള്ള വരെ ആര് കിട്ടും? 2ാമത്തെ മാസം ആകുമ്പം പറയും, സ്തോത്രം, സമാധാനത്തോടെ താമസിച്ച എൻ്റെ വീട്ടിൽ അന്ന് കയറിയിരിക്കുക കേട്ടോ. 3ാമത്തെ മാസം അല്ലെ 1 വർഷം കഴിയുമ്പം പറയും, എത്ര പേര് പെണ്ണ് കാണാൻ വന്നതാ. ഉഷ വന്നു, രമണി വന്നു, ജമന്തി വന്നു, അമ്മി ചാക്കോ പോയോ, സ്തോത്രം, അമ്മി സുകുമാരി വന്നു, എത്ര വന്നതാ, എത്ര നല്ലത്. റബൽ എസ്റ്റേറ്റ് ഉള്ളവർ, അമ്മി ബെൻസ് തരുന്നവർ, ഓടി തരുന്നവർ, എൻ്റെ ഗതികേടിന് നിന്നെ കെട്ടിയതാ. സ്തോത്രം, ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം പറയുന്നൊരു ഭാഗമുണ്ട്. സ്തോത്രം, എന്ന് എൻ്റെ ജീവിതത്തിൽ ഗതികേട് തുടങ്ങിയോ, അത് നിന്നെ കെട്ടിയപ്പോൾ മുതലാ. വന്നപ്പോൾ എന്തുവായിരുന്നു? നിങ്ങൾ ശ്രദ്ധിക്കണേ, ആരെങ്കിലും പൊക്കിയാൽ പൊങ്ങരുത്. സ്തോത്രം, ആരും താത്താൽ അന്നേരം അങ്ങനെ പറയുന്ന അച്ഛനോട് നീ പറയണം, അച്ഛന് ഞാനേ ചേരൂ, നിന്റെ വില്ലത്തരമൊക്കെ ഒതുക്കണേ ഞാൻ തന്നെ വേണം. എന്നാ നിങ്ങൾ മിണ്ടാത്തെ? മോശ ഒതുക്കാൻ ഈ ഇരട്ടി ദേഷ്യമുള്ളൊരു അമ്മായിയപ്പൻ്റെ കയ്യിലോട്ട് കൊടുത്തു. ഈ ഒറ്റ അടിക്ക് ഒരുത്തനെ കൊന്നു മൂടുന്ന പുള്ളി ഇപ്പം നേണ്ടേ കരഞ്ഞുകൊണ്ട് നിൽക്കുക. എന്നാ വെടിക്കെട്ട ഒരു അമ്മായിയപ്പൻ്റെ കയ്യിലോട്ടാണ് കൊടുത്തേ. ഞാൻ ഇച്ചിരൂടെ ഗഹനമായി കൊണ്ടുവരട്ടെ. നിനക്ക് ഏറ്റു പറയാൻ ഒരു നാമം തന്നേക്കുവാ. ഹല്ലേലൂയ. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ഒന്ന് എടുക്കാം, 16-ാം അധ്യായം ഒന്ന് എടുക്കാം. ഹല്ലേലൂയ. 18-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ആമീൻ. പൗലോസ് മുഷിഞ്ഞു ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. പൗലോസ് വന്നവൻ പറഞ്ഞു, ഇതാ വരുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. സത്യത്തിൽ പാസ്റ്റർമാരൊക്കെ ഉടുപ്പിന്റെ കോളർ നിന്ന് പൊക്കിയിടേണ്ട കേസാ. ആരും മാനിക്കാത്തടത്തൊക്കെ അതാണ്ട് ചിലര് വലിയ മാന്യത കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ആമീൻ. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നു. അവള് ദിവസവും ഇതാ ചെയ്യുന്നേ. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്. ആദ്യത്തെ ദിവസം പൗലോസിന് അത്രയും അങ്ങോട്ട് പിടികിട്ടില്ല. 2ാം ദിവസം മനസ്സിലായി, ഇവളല്ല പറയുന്നത്, ഇവിടെ ദേഹത്തിരിക്കുന്ന ഭൂതമാ. വർത്താനമൊക്കെ പറയുമ്പോൾ ചിലര് ഭൂതമാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ്. എന്തോ ഭൂതമാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാ. സ്തോത്രം, ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അവളെ വിട്ടുപോ. കണ്ടോ? അപ്പൊ ഭൂതത്തെ പുറത്താക്കാൻ നമുക്ക് എന്തിരിക്കുക? ഈ നാമം തന്നിരിക്കുക. യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് 5-ാം അധ്യായം 14-ാം വാക്യം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ
സഭയിലെ മൂപ്പനെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പൂശണം, പ്രാർത്ഥിക്കണം. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോകാൻ പ്രാർത്ഥിക്കണം. അപ്പൊ സകലത്തിനും തന്നേക്കുന്ന ഈ നാമമാണ്. ഈ നാമത്തിന്റെ പവർ കേട്ടോ. സകല നാമത്തിലും ഒന്നുറക്കെ പറഞ്ഞ മേലായ നാമം, എല്ലാ മുട്ടും മടക്കുന്ന നാമം, എല്ലാ നാവും ഏറ്റുപറയുന്ന നാമം, അതാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ തലയ്ക്ക് മുകളിൽ വെളിപ്പെട്ട് നിൽക്കുന്ന നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം. എനിക്ക് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരോടൊക്കെ പരിശുദ്ധാത്മാ പറയുക, ഈ നാമത്തിൽ വലിയ കാര്യങ്ങൾ നടക്കാൻ പോവാ. ഈ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ ഗതികേട് പൊട്ടാൻ പോവാ. ഈ നാമത്തിൽ നിന്റെ കുടുംബത്തിന്റെ ശൂന്യത മാറാൻ വംശഹമന ഹസ്യ. നിന്റെ ചില കുടുംബങ്ങളുടെ ശൂന്യത ഈ നാമത്തിൽ മാറാൻ പോകുക. ചില കുടുംബങ്ങളുടെ പരാജയം. സ്തുതിക്കാൻ പ്രേരണയുണ്ട്, സ്തുതിച്ചോ. ഈ നാമത്തിലൊരു അത്ഭുതം നടക്കാൻ പോവാ. കണ്ടോ, ചിലരുടെ ഉള്ളിൽ ഒരു ബോധ്യം ലഭിച്ചിരിക്കുക. നീ ജയിക്കാൻ പോവാ ഈ നാമത്തില്, നീ വിജയിക്കാൻ പോവാ ഈ നാമത്തില്. നിനക്ക് മുമ്പിൽ തലപൊക്കിയ പലതും ഈ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ വളരെ പെട്ടെന്ന് പോകട്ടെ. അടുത്ത ആശയം കൂടെ പറഞ്ഞിട്ട് നിങ്ങളിൽ ചിലരോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്, ഇടപെടാനുണ്ട്. ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. മൂന്നാമത് അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്ത് അപേക്ഷിച്ചാലും, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ ചെയ്തു തരും. പിതാവ് പുത്രനിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആ പദത്തിന്റെ ആമീൻ പറ. നമ്മ കൈ ഉയർത്തി പറ. ദൈവം ചെയ്തു തരും. ആര് ചെയ്യുന്നതിലും ഭംഗിയായി ആര് ചെയ്തു തരും? ദൈവം ചെയ്തു തരും. ചിലരോട് ദൈവം സംസാരിക്കുക. നിന്റെ വീട്ടിൽ ചില വിഷയങ്ങൾ പെൻഡിങ്ങിന് വെച്ചേക്കുന്നത് ദൈവം ചെയ്യാനാ. നിന്റെ കുടുംബത്തിൽ ദൈവം ചെയ്യാൻ പോവാ. നിന്റെ തലമുറയിൽ. കണ്ടോ, യേശുവിന്റെ നാമത്തില് അവൻ സകലതും നന്നായി ചെയ്യാൻ പോകുകയാ. നീ ആരോടും പറയാതെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന വിഷയം അത് ദൈവം ചെയ്യാൻ പോവാ. കണ്ടോ, യേശുവിന്റെ നാമത്തില് എഴുതിയിട്ടോ ചില ദിവസത്തിനകത്ത് ദൈവം ഇറങ്ങും. ദൈവം നിന്റെ ആ കാര്യം ആരാധിക്കാമെങ്കിൽ ആരാധിച്ചോ. ദൈവം ചിലത് ചെയ്യാൻ പോവാ. ഞാൻ വെളിപ്പാടി കാണുക. നിന്റെ സന്തതിയുടെ കാര്യം ദൈവം ചെയ്യാൻ പോവാ. നിന്റെ വീടിനകത്ത്